പഹനെ കാണാനല്ലോ പ്രശ്നം. അല്ലടാ എന്നെ വിളിച്ചെത്തിട്ട് ഇവിടെ അങ്ങോട്ട് നോക്കിയിരിക്കണ്ട. ഞാൻ ഒരാളെ കാത്തിരിക്കുക. ആരെ? നമ്മളെ സടകുടം വേണ്ടിയിട്ട് കുട്ടില്ലേ, ആ കുട്ടിനെ കാത്തിരിക്കുക. അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ, എന്താ പരിപാടി? പരിപാടി അവന്റെ വീടോടെ ഓണപ്പരിപാടി ഉണ്ട്. ഓ ഓ ഓ, പോകുന്നുണ്ടാ? ആ, പോണം. എന്റെ മെയിൻ സാധനം എടുക്കണ്ട, തവളച്ചാട്ടോ ചാക്കി ചാട്ടൊക്കെ ആയിട്ട്. അതവിടെ പോയാലും അറിയാമല്ലോ. നല്ല പരിപാടിയാവും. അപ്പൊ ഇതൊന്നും ഉണ്ടായിരുന്ന അതാരാ വരുന്നേ? ഇവിടെ ഒന്നും കാണാത്ത ആളാണല്ലോ. ആ ശരിയാണല്ലോ, ആള് ഇങ്ങോട്ട് വരുന്നേട്ടാ. എന്തോ ഒരു വയ്യായ്മ ഉണ്ട് തോന്നുന്നു നോക്കരുത്. ആ, ഇങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. കുട്ടികളെ ചായ കുടിക്കാനാണ്, ഒരു 20 ഉറുപ്പ്യ തരുമോ? അല്ലച്ചാ, എവിടുന്ന വരുന്ന നിങ്ങള്? അല്ല, നിങ്ങക്ക് എന്തിനാ 20 ഉറുപ്പ്യ? മക്കളെ, ഞാൻ എൻ്റെ കുട്ടികളുടെ കൂടെ ടൂറ് വന്നതാണ്. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറ്റിയിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം പറഞ്ഞു കുട്ടികളോട്. അങ്ങനെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കുട്ടികളെ കാണാനില്ല, അവർ പോയടക്കുന്നത്. അയ്യോ, അല്ലച്ചപ്പോ നാട് എവിടെയാണ് ഇവിടെ? സ്ഥലം പാലക്കാട് ഭാഗത്താണ് കുട്ടികളെ. നേരെ സന്ധ്യയായി തുടങ്ങി, ഇനി എങ്ങോട്ടാ പോണ്ടെന്ന് അറിയില്ല. പെട്ടുപോയി മക്കളെ. എന്തപ്പ ചെയ്യാ, മക്കൾ ഇങ്ങനെ കണ്ടിട്ട് അച്ഛൻ ബാത്റൂമിൽ പോയി വന്നിട്ട്. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്. നമ്മളെ അച്ഛനും അമ്മേനൊക്കെ പൊന്നു പോലെ നമ്മൾ നോക്കണത്. അതൊന്നും ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയില്ല. ചിലർക്ക് കേട്ടോ, ചിലപ്പോ അറിയാണ്ട് പോയതായിരിക്കാം. എന്തപ്പ ചെയ്യാ? നേരെ ഇട്ടായി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ ടൗണിലേക്ക് ആക്കി കൊടുത്താലേ ബസ് കിട്ടും. ബസ്സരോട് ഇന്ന സ്റ്റോപ്പ് ഇറക്കി കൊടുക്കാൻ പറഞ്ഞാല് അവരോട് ഇറക്കി കൊടുക്കും. അല്ലപ്പോ നമുക്കിപ്പോ അതുവരെ പോയിട്ട് മുപ്പരാക്കി കൊടുത്താലും നടക്കില്ല. അതെ അതെ. മക്കളേന് പേരക്കുട്ടികളിനും കാണാഞ്ഞിട്ടേ വല്ലാത്തൊരു വിഷമം. എത്രയും വേഗേ ഇന്നെ വീടിൻ്റെ അവിടേക്ക് എത്തിച്ചു തരുമോ കുട്ടികളെ? വലിയ ഉപകാരമാവും അത്. അപ്പൊ ഒരു കാര്യം ചെയ്യേ, മൂപ്പരെ ഞാൻ ടൗണിലേക്ക് ആക്കി കൊടുക്കാം. അമ്മയ്ക്ക് മറ്റേ പരിപാടിക്ക് പോലോ. ആയിക്കോട്ടെ. അപ്പൊ ഓണാശംസകൾ. അപ്പൊ ഓണാശംസകൾ. ആശാനെ ഒക്കെ ശരിയാവൂട്ടാ. മക്കളിലെയും കുട്ടികളിലെയും പേരക്കുട്ടികളും ഒക്കെ കാണാം. എന്നാ ശരി. ശരി ശരി. എന്നാ വരാച്ചാ. അച്ഛാ, പതുക്കെ കേറിട്ടാ. ആയിക്കോട്ടെ കുട്ടിയെ, പത്ത് കയറാം. കണ്ടില്ലേ, മക്കൾ മറന്നുപോയതായിരിക്കാമെന്നാണ് അച്ഛൻ വിലപിച്ചത്. ഒരിക്കലും മക്കൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയതല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ. അതൊരു പിതാവിൻ്റെ ഉറപ്പാണ്. ഇതുപോലെ ഉറപ്പുള്ള ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ ഉപേക്ഷിക്കില്ല എന്നും വഴിയാധാരമാക്കില്ല എന്നും ഉറപ്പുള്ള മാതാപിതാക്കളുടെ ആ ഉറപ്പുണ്ടല്ലോ, അത് നഷ്ടപ്പെടുത്താതെ എല്ലാ മക്കളും ജീവിക്കുക. എത്ര ഉദാഹരണങ്ങളാണ് നമ്മുടെ ചുറ്റുഭാഗം കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാക്ഷേത്രങ്ങളിൽ പോലും വൃദ്ധരായ മാതാപിതാക്കളെ കൊണ്ടുപോയിട്ട് നടതള്ളിയിട്ട് അവിടുന്ന് ഓടിപ്പോകുന്ന മക്കൾ. അത്തരം വാർത്തകൾ നമുക്ക് അന്യമല്ല. നിത്യേന എന്നോണം സംഭവിക്കുന്നുണ്ട്. നമ്മൾ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ അറിയുന്നുണ്ട്, TV ചാനലുകളിൽ കൂടി അറിയുന്നുണ്ട്. നമ്മളെങ്കിലും നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുക. ഇതുപോലെ വൃദ്ധസാധനങ്ങൾ കൂമ്പാരമായി ചുറ്റുഭാഗം ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണ്?
നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നോക്കാത്തത് കൊണ്ടല്ലേ. എല്ലാവർക്കും തിരക്കാണ്. മാറുന്ന കാലത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് പോവുകയായിരിക്കും. അപ്പോൾ നല്ല മഴയാണ്. ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഞങ്ങൾ ടീം സടകുടം മീഡിയ പറഞ്ഞത് മറക്കരുത്. വൃദ്ധസാധനങ്ങൾ കുറയ്ക്കാൻ മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുക നന്നായിട്ട്. അതുപോലെ മാതാപിതാക്കൾ മക്കളെയും തിരിച്ചും സ്നേഹിക്കുക. എല്ലാവർക്കും ഈ വാക്കുകളോട് കൂടി ഞങ്ങൾ പറയുകയാണ്. ടീം സടകുട മീഡിയയുടെ ഓണാശംസകൾ. ബൈ ബൈ.